ഹലോ. യെസ്, വീണ്ടും ഇതുപോലൊരു സൺഡേയിൽ, ഫാദേഴ്സ് ഡേയിൽ നിങ്ങളോടൊപ്പം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ഇടയായതിൽ ഞാനും സന്തോഷിക്കുന്നു. നമ്മൾ സഭയായിട്ട് ഇതുപോലെ ഫാദേഴ്സ് ഡേയും മദേഴ്സ് ഡേ ഒക്കെ നമ്മൾ ഒന്നോർക്കുമ്പോൾ അവരെ ഹോണർ ചെയ്യാൻ അപ്പന്മാരായിരിക്കുന്നവരെയും അമ്മമാരായിരിക്കുന്നവരെയും അതാത് ദിവസങ്ങളിൽ അവരെ ഒന്ന് ഹോണർ ചെയ്യാൻ ലഭിക്കുകയും അതിനെക്കുറിച്ച് ഓർക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. ശരിയാണ്, നമുക്ക് എല്ലാ ദിവസവും നമ്മൾ അവരെ മക്കൾ നമ്മളെ കാണുന്നതും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ ആയിരിക്കും. എങ്കിലും ഇങ്ങനത്തെ ഒരു പ്രത്യേക ദിവസം വരുമ്പോൾ ഒരിക്കൽ കൂടെ നമ്മുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് ഓർക്കാനും അതിൻ്റെ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകാനും ഒക്കെ ലഭിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു സമയങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് എൻ്റെ സ്നേഹിതൻ മനു ഫാമിലിയായിട്ട് ഇവിടെ ആയിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു. അങ്ങനെ പലരെയും കാണാനിടയായതല്ലോ. അജിയെ കുറേ നാളുകൾക്ക് ശേഷം കണ്ടു. എല്ലാവർക്കായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു പിതാവിൻ്റെ കടമകൾ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്വം വേദപുസ്തകത്തിൽ ഒത്തിരി വിവരിച്ചിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ അത് കാണാനായിട്ട് കഴിയും. കർത്താവ് പല കാര്യങ്ങളും പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് നമ്മൾ വായിക്കുമ്പോൾ പറയുന്നതെല്ലാം അന്ന് പ്രത്യേകിച്ച് ഒരു മെയിൽ ഡൊമിനൻ്റ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ അത് പുരുഷന്മാരോട് തന്നെയാണ് പറയുന്നതായിട്ട് നമുക്ക് കാണാം. എങ്കിലും ഒരു അപ്പൻ്റെ ഒരു സ്പിരിച്വൽ ലീഡർഷിപ്പിനെ വേദപുസ്തകം അതിന് വലിയൊരു പ്രാധാന്യത കൊടുക്കും. ഞാൻ എൻ്റെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞപ്പോൾ പിതാക്കന്മാർ അല്ലെങ്കിൽ അപ്പന്മാരെന്ന് പറയുന്നത് ഫാമിലിയുടെ പ്രീസ്റ്റാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രീസ്റ്റ് മാത്രമല്ല, പ്രീസ്റ്റും പ്രൊഫറ്റുമൊക്കെയാണ് നമ്മൾ. വേദപുസ്തകത്തിൽ നമ്മൾ ഡ്യൂട്രോണോമിയിലേക്ക് വരുവാണെങ്കിൽ വളരെ കൃത്യമായിട്ട് മക്കളെ എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ദൈവത്തിൻ്റെ വചനം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നേരത്തെ നടന്നതൊക്കെ എന്തു ചെയ്യണം? അവരെ ഓർപ്പിക്കണം. പെസഹ ആചരിക്കുമ്പോഴത്തേക്ക് എന്തു ചെയ്യണം? ഇതൊക്കെ എന്തുവാണെന്നൊക്കെ ചോദിക്കും. എന്തു ചെയ്യണം? അവർക്കത് പറഞ്ഞു കൊടുക്കണം. കട്ടിലമ്മേലും കുറുമ്പടിമേലും എല്ലാം ഇതെന്ത് ചെയ്യണം? ഇത് എഴുതി വെക്കണം. എവിടെയും അവർക്ക് കാണുന്ന രീതിയിൽ അത് വിഷ്വൽ എയ്ഡ്സായിട്ട്. ഇന്ന് നമുക്ക് ഒത്തിരി വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്. അന്നേ ദൈവം പറയുന്നത് ഒത്തിരി വിഷ്വലായിട്ട് അവരത് കാണുവാനിടയായി തീരണം. ഒത്തിരി വചനങ്ങളുണ്ട്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല. ഞാൻ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നുള്ളൂ. എഫേസ്യ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത് പിതാക്കന്മാരെയും തന്നെ പറഞ്ഞ പൗലോസ് പറയുക. ഓരോരുത്തർക്കും ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുക, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോരും. അപ്പം ഫാദേഴ്സിൻ്റെ ആ ഒരു റോളിനെ കുറിച്ച് വേദപുസ്തകത്തിൽ ഒത്തിരി പറഞ്ഞിരിക്കുക. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റലിൽ, ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലുമാണ്. ഈ നാളുകളിലൊക്കെ ഒത്തിരി ഫാമിലീസിനെ കൗൺസിൽ ചെയ്യുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അഡിക്ഷനായിട്ടുള്ള ഒത്തിരി ആൾക്കാർ അവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ AA മീറ്റിങ്ങിൽ അവരവരുടെ ചില അനുഭവങ്ങളൊക്കെ അവർ പറയും. അവരുടെ അഡിക്ഷൻ അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു. അപ്പോൾ അതിൽ ഞാൻ കേട്ട ചില കാര്യങ്ങൾ, 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അപ്പൻ ആദ്യം എന്ത് ചെയ്തു? കള്ള് തന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ടേസ്റ്റ് ചെയ്യാനായിട്ട് തന്നു. വേറൊരു കൊച്ചു പറഞ്ഞു, ചാച്ചന്, എനിക്ക് മനസ്സിലായില്ല അത് അവരുടെ അപ്പനാവണം, ഏതോ ഒരു എൽഡർ ആയിരിക്കാം, ബന്ധുവായിരിക്കാം, ആദ്യമായിട്ട് ഡ്രഗ് തന്നു ചെറിയ പ്രായത്തിൽ. അപ്പോൾ ഇന്ന് കാലം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പലരും ചില രസത്തിന് വേണ്ടിയും ഒരു സന്തോഷത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനന്തര ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണ് പലരും ആൽക്കഹോളിസത്തിലേക്കും ഡ്രഗ് അഡിക്ഷനിലേക്കും ഒക്കെ ചെല്ലുന്നത്. നമ്മളൊക്കെ അപൂർണരാണ്, തീർച്ചയായിട്ടും. ഞാനിവിടെ നിൽക്കുമ്പോൾ തികച്ചും അപൂർണനായ ഒരു പിതാവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എങ്കിലും ദൈവത്തിൻ്റെ വചനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മളെ ഒരിക്കൽ കൂടെ നമ്മുടെ കർത്തവ്യങ്ങൾ ഓർപ്പിക്കുവാൻ സഹായിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്
എല്ലാ ആരുടെയും പിതാവായ, അല്ലേ, അപ്പന്മാരുടെ അപ്പനായ, എല്ലാവരും ഏറ്റവും കൂടുതൽ പറയുകയും സംസാരിക്കുകയും നമ്മുടെ പല വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മോഡലാക്കുവാനൊക്കെ ആഗ്രഹിക്കുന്ന അബ്രഹാമിനെ കുറിച്ച്, അല്ലേ, ഫാദർ അബ്രഹാം. അവിടെ മുതലാണ് നമ്മൾ ഒരു വിശ്വാസ ചരിത്രത്തിൽ നമ്മൾ ആരംഭിക്കുന്ന ഒരു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, യഹോവയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ശരിക്കും ഒരു ചരിത്രം ആരംഭിക്കുന്നത്. 11 അധ്യായങ്ങളൊക്കെ വേറെ പല കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയെ വേർതിരിച്ചെടുത്തിട്ട് എന്തുവാണ് വിശ്വാസ ജീവിതമെന്ന് പറഞ്ഞ് നിൻ്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കുമെന്ന് വീണ്ടും വീണ്ടും ഈ പിതാവിനോട് പറഞ്ഞ് അന്ന് മുതലാണ് ആ ഒരു ലിനിയേജ് നമ്മളിങ്ങനെ കാണുന്നു. ദൈവമക്കളുടെ ഒരു വലിയൊരു പരമ്പര നമ്മളവിടെ കാണുകയാണ്. ഈ അബ്രഹാമിൻ്റെ ജീവിതം ഞാൻ വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒത്തിരി ഇൻസ്പിറേഷനുള്ളതാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ പല ആവർത്തി ഞാൻ ആ 12 മുതലുള്ള അധ്യായങ്ങൾ ഞാൻ പല ആവർത്തി വായിച്ചു. ഒരു 6 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ ഫാദേഴ്സ് ഡേയിൽ നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം, അബ്രഹാം ഒരു പിതാവെന്ന നിലയിൽ അബ്രഹാമിൻ്റെ വിശ്വാസവും അനുസരണവും, ഇത് രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ വലിയ പാടാണ്. വിശ്വാസം ഒന്ന്, അനുസരണം ഒന്നെന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് കൃത്യമായിട്ട് യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. അബ്രഹാം തൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടി എന്ത് ചെയ്തു? കാണിച്ചു കൊടുത്തു. ആ ഭാഗം ഒന്ന് വായിക്കാമോ? യാക്കോബ് 2:21 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ. ആരെങ്കിലും ചില ഭാഗങ്ങൾ ഞാൻ പറയുമ്പോൾ ഒന്ന് പെട്ടെന്ന് വായിച്ചാൽ നല്ലതായിരിക്കാം. മൈക്ക് ഉണ്ടല്ലോ, ആരെങ്കിലും വായിച്ചു, അല്ലെങ്കിൽ കിട്ടിയവർ വായിച്ചു. യെസ്, യാക്കോബ് 2:21 തൊട്ട് 23 വരെ. യാക്കോബ് 2-ാം അധ്യായം 21 തൊട്ട് 23 വരെ. പ്രവൃത്തിയാലല്ലയോ, പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചുവെന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നു. പ്രവൃത്തിയാൽ വിശ്വാസം എന്ത് ചെയ്തു? പൂർണ്ണമായി. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു. ഓക്കെ, ഈ വിശ്വാസവും അനുസരണവും ചേർന്ന് പോയപ്പോഴത്തേക്ക് വിശ്വസിക്കാൻ മാത്രമല്ല അതനുസരിക്കുകയും കൂടെ ചെയ്തപ്പോഴത്തേക്ക്, അങ്ങനെയാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, വിശ്വാസം മാത്രമല്ല അത് പ്രവൃത്തിയിൽ കൂടി എന്ത് ചെയ്തു? കാണിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ള ഒരു പദവിയിലേക്ക് അബ്രഹാം എത്തിച്ചേർന്നു. എവിടെയൊക്കെയാണ് അനുസരണം? ആദ്യമേ തൻ്റെ സ്വന്തം ദേശത്ത് നിന്ന് വിളിക്കുക. അന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അബ്രഹാമിന് ഉള്ള മനുഷ്യൻ തന്നെയാണ്, സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാമുള്ള ആ ഒരു നാട്ടിൽ നിന്ന് തൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയൊക്കെ വിട്ട് ഞാൻ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും ചോദ്യം ചെയ്യാതെ അബ്രഹാം പൂർണ്ണമായിട്ടും അതനുസരിച്ചു. നമ്മളിത് വായിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു പശ്ചാത്തലം, ജിയോഗ്രഫിക്കൽ പശ്ചാത്തലം മനസ്സിലാക്കണം. നമ്മൾ പറയുന്നത് പോലെ വെറുതെ ഇങ്ങ് വരാനായിട്ട് പറയുന്നൊരു കാര്യമല്ല. എന്ന് പറഞ്ഞാൽ അന്ന് അവിടെ താമസിക്കുന്ന ആൾക്കാരെന്നും ഈ യഹോവയിൽ വിശ്വസിക്കുന്നവരോ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല. കനാന്യരെ ആൾക്കാരും മറ്റ് ഇതര ജാതീയർ എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്ന, അല്ലെങ്കിൽ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കാത്തവരും പല രീതികളിലുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് ഞാനൊരു ദേശം നിനക്ക് തരുമെന്ന് പറഞ്ഞ് യാത്ര ചെയ്യണം. എളുപ്പമുള്ളൊരു കാര്യമല്ല. നമ്മളിപ്പം അറിയാൻ മേലാത്തൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ എന്തൊരു വെപ്രാളം നമുക്ക്. ആർക്കെങ്കിലും ഒരു പരിചയമില്ലാത്ത സ്ഥലത്തോട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തുടക്കം മുതൽ അവിടെ എത്തുന്നിടം വരെ എത്രയോ എന്തൊക്കെ വിഷമതകളും ആകുലതകളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഇത് നോക്കിയേ, ഒന്നും അവരെപ്പം വേണേലും ആക്രമിക്കപ്പെടാം, എപ്പം വേണേലും കൊല്ലപ്പെടാം, എന്ത് സംഭവിക്കാം.
പക്ഷേ ദൈവം പറഞ്ഞത് അതേപോലെ എന്ത് ചെയ്തു? അനുസരിക്കുന്നു. ഞാൻ എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ എടുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന കഥയുമായിട്ട് നമ്മൾ ശകലം വേഗത്തിൽ പോവുകയാണ്. 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നു. ദൈവത്തെ വിശ്വസിക്കുന്നു, അതെന്ത് ചെയ്യുന്നു? അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അനുസരിക്കുന്നു. ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് എല്ലാം ഉണ്ടെങ്കിലും, എല്ലാം ഉണ്ട്, സർവ്വസമ്പത്തുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, ആടുമാടുകളും എല്ലാം. അന്നത്തെ ഏറ്റവും റിച്ചായിട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ തനിക്കൊരു മകനില്ല. എന്നാൽ കൂടെ കൂടെ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്റെ സന്തതിയിൽ കൂടെ ഈ ഭൂമിയിലുള്ള സകലരും അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാവും, കടൽക്കരയിലെ മണൽത്തരികളെ പോലെയാവും. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പറയുന്നതല്ലാതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. എങ്കിലും വിശ്വാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പല നിലകളിൽ കർത്താവ് കാണിച്ചു പറഞ്ഞു കൊടുത്തു. ഒരു സമയത്ത് പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളേക്ക് നോക്കി ഇതുപോലെ തരും. നീ കടൽക്കരയിലെ മണൽത്തരികളെ കണ്ടിട്ടില്ല, അതുപോലെ തരും. അദ്ദേഹം അതുപോലെ അങ്ങ് വിശ്വസിക്കുക. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഈ അബ്രഹാമിൻ്റെ ഒരു യൂട്യൂബിലുള്ള ഒരു ചെറിയൊരു മൂവി ഞാൻ കണ്ടു. നമ്മൾ വിചാരിക്കുന്ന പോലെ അതത്ര എളുപ്പം ഉള്ളതൊരു കാര്യമാണെന്ന് ചിന്തിക്കില്ല. ഈ അവിടെ ഉണ്ടാകുന്ന, പിന്നെ നമുക്കറിയാം അബ്രഹാമിൻ്റെ അവിടെ ഉണ്ടാകുന്ന ചില പരാജയങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്. മക്കൾ ലഭിക്കുമെന്ന് പറയുന്നതല്ല, വർഷങ്ങൾ മുന്നോട്ട് പോവുക. കുറച്ച് നാളാണോ? നമ്മളിവിടെ ഒരു 2 വർഷം കഴിയുമ്പോൾ നമ്മൾ മടുക്കാൻ തുടങ്ങും. പ്രാർത്ഥിച്ച് നമ്മൾ 2 വർഷമായിട്ടും കാര്യം നടക്കുന്നില്ല. ഇത് 75-ാം വയസ്സിൽ തുടങ്ങിയിട്ട് 25 വർഷങ്ങൾ എന്ത് ചെയ്തു? എടുത്തു ഇതിനൊരു ഫുൾഫിൽമെൻറ്റ് കാണാനായിട്ട്. എങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? ദൈവത്തിലുള്ള വിശ്വാസവും അനുസരണവും തുടർന്നു. ഇടയ്ക്ക് പതറിച്ചുണ്ടായി, നമ്മളതിലേക്ക് വരുന്നുണ്ട്. ചില കാര്യങ്ങൾ സംഭവിച്ചെങ്കിലും താൻ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. അദ്ദേഹം കമിഴ്ന്ന് വീണ് ചിരിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. സാറയും ചിരിച്ചു. ഇതെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിലുള്ള ഒരു അടിയുറച്ച വിശ്വാസവും അനുസരണവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെ ഒരു കൾമിനേഷൻ കാണാം. തനിക്ക് സമയത്ത് ദൈവം ഇസ്ഹാക്ക് എന്ന മകനെ നൽകുന്നു. ഇന്ന് കർത്താവ് പറയുക, ഈ മകനെ യാഗമർപ്പിക്കണം. ഒത്തിരി നാൾ ആഗ്രഹിച്ചിരുന്ന, ഇടയ്ക്ക് ചോദിച്ചു, ഇടയ്ക്ക് അബ്രഹാം ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വളരുന്ന ഇശ്മയേലായിരിക്കും എൻ്റെ ഒരു ഫസ്റ്റ് ബോൺ ആയിട്ട് ഇനി മുന്നോട്ട് പോരാൻ പോകുന്നത്. അങ്ങനല്ല, ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് സമയത്ത് നൽകിക്കഴിഞ്ഞ ശേഷം ഇപ്പോൾ പറയുകയാണ്, ഈ മകനെ എന്ത് ചെയ്യണം? യാഗമർപ്പിക്കണം. അതും അബ്രഹാം ഒന്നും ചോദ്യം ചെയ്യാതെ യാത്ര ചെയ്യുന്നു. മോറിയ മലയിലേക്ക് പോകുന്നു. ഇടയ്ക്ക് ഈ ഇസ്ഹാക്ക് ചോദിക്കുകയാണ്, എന്താണ്, എവിടെയാണ് അപ്പാ? പലപ്പോഴും യാഗം അർപ്പിക്കുന്നത് കണ്ടതായിരിക്കാം. എല്ലാം ഉണ്ട്, വിറകുമുണ്ട്, തീയുമൊക്കെ ഉണ്ട്, എന്തിയ യാഗവസ്തു? കൃത്യമായൊരു മറുപടി പറഞ്ഞു, ദൈവം കരുതി കൊള്ളും. ഗോഡ് വിൽ പ്രൊവൈഡ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? സംഭവിക്കുന്നു. ദൈവം എന്ത് ചെയ്യുന്നു? കരുതുന്നു. ഞാൻ ഇങ്ങനെ ഓർത്തു, ഇസ്ഹാക്കിൻ്റെ മനസ്സിൽ കൂടെ എന്തുവരിക്കും കടന്നുപോയത്. പെട്ടെന്ന് ആ മകനെ പിടിച്ച് യാഗപീഠത്തിലോട്ട് എടുക്കുന്നു. ആ മകൻ എതിർത്തോ? ഒന്നും അവിടെ എഴുതിയിട്ടില്ല. ചാൻസ് കുറവാണ് എതിർക്കാനായിട്ട്. കാരണം അന്നത്തെ കാലത്ത് അപ്പന്മാർക്ക് അതിൻ്റേതായ ഒരു പവറും അതോറിറ്റിയും ഒക്കെ ഉണ്ട്. പറഞ്ഞാൽ അത് അനുസരിക്കണം. അതുപോലെ തന്നെ അങ്ങനെയാണ് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ മകൻ അവിടെ കിടന്ന് കാണുമായിരിക്കാം. കത്തി എടുക്കുന്നു. ശരിക്കും ലിറ്ററലായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? വേറൊന്നും ചിന്തിക്കുന്നില്ല. അവിടെ നമ്മളിനി വായിക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ളത് എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അതിൽ 11-17 മുതലൊന്ന് വായിക്കാമോ? അബ്രഹാം വിശ്വസിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ചാരത്തിൽ നിന്നാണെങ്കിലും എനിക്ക് മകനെ ഉളവാക്കുവാനായിട്ട് സാധിക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുസരണം. ഒന്ന് വായിക്കാമോ? 11-17 മുതൽ. എബ്രായ ലേഖനം 11-17-19 വരെ.
വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തൻ്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. അതായത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അങ്ങനെ ആയിരുന്നു. എബ്രായ ലേഖകൻ പറയുന്ന, ഇനി ഞാൻ യാഗം അർപ്പിച്ചാലും അത് അതിനെ കൊന്നു കഴിഞ്ഞാലും എന്തു ചെയ്യും? അതിൽ നിന്ന് ഉയർപ്പിക്കുവാനായിട്ട് കഴിയുന്ന ഒരു വിശ്വാസം, അനുസരണം, വിശ്വാസം, ഇതെല്ലാം ചേർന്ന് പോയപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹിതനെന്നാണ്. അതുകൊണ്ടാണ് ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ അബ്രാമിനോടൊരു കാര്യം മറച്ചു വെക്കുമോ? സോദോം ഗോമോരയുടെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്ക് പറയാം, അതുപോലത്തെ ഒരു കോൺവെർസേഷനാണ് ഇവർ തമ്മിൽ നടക്കുന്നത്. എപ്പോഴും പറയുന്നു, കാണിച്ചു കൊടുക്കുന്നു, സംസാരിക്കുന്നു, ഉള്ളതെല്ലാം അദ്ദേഹം അങ്ങ് വിശ്വസിക്കുന്നു, ദൈവത്തിൻ്റെ കൂടെ അങ്ങ് നടക്കുകയാണ്, പൂർണ്ണമായിട്ടും വിശ്വസിച്ചും അനുസരിച്ചും. ഈ ഒരു അപ്പൻ ഇങ്ങനെ നടന്നതുകൊണ്ട് ഇതുപോലെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഇതേ അനുസരണവും വിശ്വാസവും നമ്മൾ ഇസഹാക്കിലും കാണുന്നു. ഈ അപ്പൻ എന്തൊക്കെ ചെയ്തോ അതെല്ലാം എന്ത് ചെയ്യുന്നു? ഇസഹാക്കിൽ. ഇനി നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ മറ്റു തലമുറയിലും എല്ലാം ഉണ്ട്. ഞാൻ ഇസഹാക്കിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ 11 എബ്രായ ലേഖനം 11:20 വരുമ്പോഴത്തേക്ക് ഇസഹാക്കിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് അവിടെ എബ്രായ ലേഖനം എഴുതിയിരിക്കുന്നു. 11:20. വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. ഓക്കെ, ഈ അനുഗ്രഹിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വെറുതെ ഒരു വാക്കല്ല, അത്രയും വിശ്വാസത്താൽ അനുഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആ കാര്യങ്ങൾ യാക്കോബിന് സംഭവിക്കും, ഏശാവിന് സംഭവിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം എഴുതിയപ്പോൾ ഇസഹാക്കിനെ വിശ്വാസികളുടെ പിതാക്കന്മാരുടെ കൂട്ടത്തിലാക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ് അപ്പൻ്റെ വിശ്വാസം ഈ മകനും ഉണ്ടായിരുന്നു. മാത്രമല്ല അപ്പൻ്റെ അനുസരണവും ഈ മകനിൽ കാണാനായിട്ട് സാധിക്കും. 26-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 26:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 26:1 മുതൽ 5 വരെ. ചൂട ഫാസ്റ്റായിട്ട് വായിച്ചു. യെസ്. 26:1 മുതൽ 5 വരെ. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ ഇസ്ഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമേലെക്കിന്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തെന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കുക, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും. ഓക്കെ, അത് മതി. അവിടെ പറഞ്ഞിരിക്കുന്നു, അതായത് ഈ ക്ഷാമം വരുമ്പോഴത്തേക്കെല്ലാം ഇവർക്ക് മിസ്രൈമിലേക്ക് പോകുന്നൊരു കാര്യമാണ്. കാരണം അവിടെ എപ്പോഴും സമൃദ്ധമായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു ക്ഷാമം ഉണ്ടായപ്പോൾ, ഗെരാറിൽ ക്ഷാമം ഉണ്ടായപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു, നീ എന്ത് ചെയ്ത് മിസ്രൈമിലേക്ക് പോകരുത്. പിന്നെ നമ്മൾ താഴെ വായിക്കുന്നുണ്ട്, അദ്ദേഹം പോയില്ല, അദ്ദേഹം കർത്താവ് പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു? അവിടെ തന്നെ താമസിക്കുന്നു. അപ്പനിൽ നിന്ന് പഠിച്ചതായിരിക്കാം ഈ അനുസരണം. കർത്താവ് എന്തു പറഞ്ഞു അതുപോലെ തന്നെ അനുസരിച്ചു. ഞാൻ അബ്രഹാമിൻ്റെ അനുസരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പരിച്ഛേദനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞ് എനിക്ക് തോന്നുന്നു അതേ ദിവസം തന്നെ ആയിരിക്കാം, അന്ന് തന്നെ നമ്മൾ കാണുന്നുണ്ട് അബ്രഹാമും ഇസ്മയിലും എല്ലാം അന്ന് പരിച്ഛേദനയേറ്റത് കാണുന്നുണ്ട്. അപ്പനിലുണ്ടായിരുന്ന അനുസരണം, അപ്പനിലുണ്ടായിരുന്ന വിശ്വാസം, അത് ഇസഹാക്കിലും കാണുന്നു. ഇനി താഴോട്ട് നമ്മൾ വായിക്കുവാണെങ്കിൽ യാക്കോബിലും മറ്റെല്ലാവരിലും അവർ പിതാക്കന്മാർ കാണിച്ച് ഇതേ വിശ്വാസവും അനുസരണവും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് അബ്രഹാം ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യനായിരുന്നു. 4 ഭാഗങ്ങളിൽ അബ്രഹാം ഓൾട്ടേഴ്സ് ഉണ്ടാക്കി നമ്മൾ കാണുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ അദ്ദേഹം ആദ്യത്തെ യാത്ര അങ്ങോട്ട് തുടങ്ങി മുന്നോട്ട് പോയി ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ തന്നെ പെട്ടെന്ന് ഒരു ഓൾട്ടർ ഉണ്ടാക്കി, യാഗപീഠമുണ്ടാക്കി അവിടെ ദൈവത്തിന് ഈ ആരാധന കഴിക്കുന്നത് നമ്മൾ കാണുന്നു. പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുന്നു 12-ാം അധ്യായം 8 മുതൽ 9 വാക്യങ്ങളിൽ
അവിടെ മുമ്പോട്ട് ചെന്നിട്ട് ബഥേൽ, അതിന് ബഥേൽ എന്ന് പേരിട്ടുകൊണ്ട് ദൈവത്തിന് ആരാധന കഴിക്കും. ഇനി നമ്മൾ 13:4 നമ്മൾ വായിക്കുന്നു ദൈവത്തെ ആരാധിച്ചതിനെ കുറിച്ച്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. 13:4 വായിക്കാമോ? 13 അവിടെ അബ്രാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ദൈവത്തെ ആരാധിക്കുന്നത് തന്നെ നമ്മൾ വീണ്ടും അവിടെ കാണുന്നു. 13:18 അവിടെ എനിക്ക് തോന്നുന്ന ഈ ലോത്തിൻ്റെ ആ കാര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ ഒരു വിടുതൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെയും ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ കാണുന്നു. ഇനി 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ആരാധന സ്വന്തം മകൻ ഏറ്റവും വലിയൊരു പാഠമായി തീർന്നു, അല്ലേ? ഇത്രയും നല്ലൊരു എക്സാമ്പിള് ആ അപ്പന് കൊടുക്കാനായിട്ട് പറ്റി. അത് ദൈവം പരീക്ഷിച്ചതാ, ശരിയാണ്. എന്ന കാര്യമാണെങ്കിലും ഈ ഇസഹാക്കും എന്തു ചെയ്യുന്നു? അപ്പൻ്റെ ആ ദൈവത്തെ ആരാധിക്കുവാനുള്ള, ദൈവത്തിന് യാഗമർപ്പിക്കുവാനുള്ള ആ മനസ്സും ആഗ്രഹങ്ങളും ഒക്കെ 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്നു. അങ്ങനെ 4 ഓൾട്ടേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തെ എന്ത് ചെയ്യുന്നു? ദൈവത്തിന് വേണ്ടി യാഗപീഠം പെടും. അതുകൂടാതെ ദൈവത്തെ ആരാധിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ഒരു പിതാവ് ദൈവത്തിന് സ്തുതി കൊടുക്കണമെന്നും ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്നും ദൈവം ഒരു കാര്യം വിടുതലുമൊക്കെ അയച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു എൻകൗണ്ടർ ഉണ്ടായി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ദൈവത്തെ ആരാധിക്കുവാനായിട്ടിരിക്കുന്ന ഒരു പിതാവ്. കർത്താവ് പറഞ്ഞപ്പോഴത്തേക്ക് അതിനി സ്വന്തം മകനെ പോലും ആരാധിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ആരാധനയായിട്ട് സമർപ്പിക്കുവാനായിട്ട് മനസ്സുള്ള ഒരു പിതാവ്. ഇതുകൂടാതെ പ്രാർത്ഥിക്കുന്നൊരു അബ്രഹാമിനെ നമുക്ക് കാണാം. നമ്മൾ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഗ്രേറ്റ് ഇൻ്റർസസറെ കാണാം, അല്ലേ? ഇത്ര ശക്തമായിട്ട് ഇൻ്റർസസറി പ്രെയർ ചെയ്യുന്ന ഒരു മനുഷ്യൻ. ലോത്ത് ഈ പറഞ്ഞ പോലെ വലിയ നല്ല സ്ഥലമൊക്കെ നോക്കി അങ്ങ് പോയതാ. നീരോട്ടമുള്ള സ്ഥലമൊക്കെ നോക്കി അങ്ങ് പോയി. അവിടെ ചെന്ന് ആകപ്പാടെ അവിടെ എന്ത് ചെയ്തു? സോദോം ഗൊമോറ എന്ന സ്ഥലത്ത് പെട്ടുപോയി. ഇന്ന് അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് അബ്രഹാം ഇങ്ങനെ ചിന്തിക്കുമല്ല, അവൻ എന്നെ വിട്ടിട്ട് പോയതല്ലേ, അവനത് ഒന്ന് പാഠമൊക്കെ പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ല. അവിടെ തൻ്റെ സഹോദരന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. ആ ഭാഗം നിങ്ങൾ നോക്കിയാൽ, ഞാനതെടുത്ത് വായിക്കുന്നില്ല, അവിടെ ഇങ്ങനെ കാണുന്നു. ആദ്യം ചോദിക്കുവാണ്, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ദൈവമേ നീ ആ പട്ടണത്തെ നശിപ്പിക്കുമോ? പിന്നെ താഴോട്ട് വന്നിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, 45 ഉണ്ടെങ്കിൽ. പിന്നെയും പറയുന്നു, അല്ല 40 ഉണ്ടെങ്കിൽ. കാരണം നമ്മൾ കാണുന്ന പോലെയല്ല, ദൈവത്തോട് അങ്ങനെയൊക്കെ പറയാനായിട്ടുള്ള വലിയൊരു ഭയമുണ്ട്. നമ്മളിന്ന് നോക്കുമ്പോഴത്തേക്ക് അത്ര അങ്ങനെയല്ല. ഇന്നൊരു പുതിയ നിയമത്തിലേക്ക് വരും. ദൈവത്തിൻ്റെ കൃപയോടുകൂടെ ചേർന്ന് നമുക്ക് ദൈവത്തോട് നമുക്ക് അങ്ങ് സംസാരിക്കാം. എന്നാൽ അവിടെ ഒരു ഭയങ്കര റെവറൻസാണ്. കൂടുതൽ ഇങ്ങനെ പറയാനായിട്ടും ചോദിക്കാനും ഒക്കെ പേടിയാണ്. അപ്പോൾ വീണ്ടും പറയുകയാണ് 50. അടുത്ത് പറഞ്ഞു 45, 40, അല്ല ദൈവമേ 30 പേരുണ്ടെങ്കിൽ, അല്ല ഞാൻ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, 20 പേരുണ്ടെങ്കിൽ. പിന്നെ അല്ല, ഞാൻ ഒരു വട്ടവും കൂടെ അവസാനമായിട്ട് 10 പേരുണ്ടെങ്കിൽ നീ പട്ടണത്തെ നശിപ്പിക്കുമോ? പ്രാർത്ഥിക്കുന്ന ഒരു അബ്രഹാം, ഒരു മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അബ്രഹാം. പിന്നെ നമ്മൾ കാണുന്നുണ്ട് അബീമേലെക്കുമായിട്ടുള്ള കാര്യത്തിൽ ഈ സാറ അബ്രഹാമിൻ്റെ പെങ്ങളാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അബീമേലേക്ക് സാറയെ ഭാര്യയാക്കാൻ നോക്കുന്നു. എന്നാൽ അത് ഒത്തിരി പ്രയാസങ്ങൾ അവരുടെ കുടുംബത്തിനുണ്ടായപ്പോഴത്തേക്ക് അവിടെയുള്ള സ്ത്രീകളുടെ എല്ലാം ഗർഭം വയ്ക്കുകയും അടഞ്ഞുപോയി. ഇന്ന് അബ്രഹാം പ്രാർത്ഥിക്കണം. അബീമേലെക്കിനോട് ദൈവം പറഞ്ഞു, അവനെ വിളിച്ചിട്ട് പറ അവൻ പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അവരുടെ ഗർഭപാത്രം തുറന്നു എന്ന് നമ്മളവിടെ വായിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന ഒരബ്രഹാം. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇസ്ഹാക്ക് ഇത് തന്നെയാണ്. ഇസ്ഹാക്കും ദൈവത്തെ ആരാധിക്കുന്നു. നോക്കുവാണെങ്കിൽ, താഴോട്ട് വായിക്കുവാണെങ്കിൽ 26-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ ഇസ്ഹാക്ക് ദൈവത്തെ ആരാധിക്കും നമ്മളോട് വായിക്കുന്നു. വായിക്കാമോ? 26-25. അവിടെ അവനൊരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അവിടെ തന്റെ കൂടാരം അടിച്ചു. അവിടെയും ഇസ്ഹാക്കിന്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു. മതി. അവിടെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇതുപോലെ ദൈവത്തിൻ്റെ ഒരു എൻകൗണ്ടർ വന്നപ്പോഴത്തേക്ക്
തൻ്റെ പിതാവിൽ നിന്ന് പഠിച്ച അതേ കാര്യം ഇസഹാക്കും അവിടെ നിവർത്തിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. ഇനി നമ്മൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. റിബേക്ക മച്ചിയായിരുന്നു, റിബേക്കയ്ക്ക് കുട്ടികൾ ആദ്യമില്ലായിരുന്നു. ഇസഹാക്ക് എന്ത് ചെയ്തു? തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. അപ്പോൾ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ എവിടുന്ന് പഠിച്ചു? തൻ്റെ അപ്പനിൽ നിന്ന് പഠിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെയും നിങ്ങൾക്കറിയാം, നമ്മൾ പലതും കണ്ടതല്ലേ. അതിനകത്തൊരു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളറിയാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രവൃത്തികൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരാൾ ഞങ്ങളിവിടെ വന്നപ്പോൾ പറഞ്ഞു, അവരുടെ ആ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇതുവരെയും അറിയിച്ചിട്ടില്ല. അവർ പറഞ്ഞ കുഞ്ഞിനിതൊന്നും അറിയത്തില്ല. പക്ഷേ നമ്മുടെ മൊമെൻസുകൾ അല്ലേ, ഭാര്യയും ഭർത്താവും തമ്മിൽ സംഘർഷമുണ്ടാകുമ്പോൾ പല നമ്മുടെ രീതികൾ നമ്മൾ ചിലപ്പോൾ പറയുന്നില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ വൈകാരിക നിലകളൊക്കെ ആർക്ക് ഒപ്പിയെടുക്കാനായിട്ട് പറ്റും? കുഞ്ഞുങ്ങൾക്ക് പറ്റും. എന്ന് പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ നോക്കുമ്പം അവർ ചിലപ്പോൾ അങ്ങനെ വലിയ പ്രാർത്ഥിക്കുന്നവരൊന്നും ആയിരിക്കത്തില്ലായിരിക്കാം. അവർ ചിലപ്പോൾ ദൈവത്തെ അങ്ങനെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ലായിരിക്കാം. എന്നാലും എവിടെയൊക്കെയോ അപ്പൻ പ്രാർത്ഥിക്കുന്നതും അപ്പൻ ആരാധിക്കുന്നതും ഒക്കെ അവർ ഒപ്പിയെടുത്തിട്ടുണ്ട്. സമയമാകുമ്പോൾ എന്തു ചെയ്യും? ഇതെല്ലാം എന്തു ചെയ്യും? അവരിൽ നിന്ന് എന്തു ചെയ്യും? പുറത്തു വരും. അതുകൊണ്ട് പിതാക്കന്മാരായ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരും പ്രാർത്ഥനയിൽ നമ്മൾ വളരുന്നവരുമായിരിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. വീണ്ടും നമ്മൾ മുന്നോട്ട് ചെയ്യാൻ പോവുകയാണ്. വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കണമല്ലോ. അബ്രഹാം, ഹി വാസ് എ മാൻ ഓഫ് പ്രിസേർവിയറൻസ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. സ്ഥിരോത്സാഹിയും കഠിനാധ്വാനിയുമായിരുന്നു. നമ്മൾ നോക്കുമ്പം അബ്രഹാം, നമ്മളിങ്ങനെ പെട്ടെന്ന് നോക്കും അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്ന, വേറെ നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ അനുഗ്രഹിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ ശരിയായ കഠിനാധ്വാനമുണ്ട്. 12-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അവിടെ ഒന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് വായിച്ചാൽ 12-ന്റെ 5. അബ്രാം തൻ്റെ ഭാര്യയായ സാറായിയെയും സഹോദരൻ്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും സമ്പത്ത് വെറുതെ വന്നതല്ല. നമ്മൾ മനോഹരമായൊരു വാക്യം ഡ്യൂട്രോണമിയിലുണ്ട്, 8-ന്റെ 18 തോന്നുന്നു. സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്ന ദൈവം. സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്ന ആരാ? ദൈവമാണ്. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്തുവാ? താൻ ഉണ്ടാക്കിയ സമ്പത്തൊക്കെ. സമ്പത്ത് വെറുതെ വന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു? എന്തെങ്കിലുമൊക്കെ ചെയ്തു. ആടുകളെ വളർത്തി, അന്നത്തെ കന്നുകാലികളായിരിക്കാം, പല കാര്യങ്ങൾ എന്ത് ചെയ്തു? അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അധ്വാനിക്കുന്ന മനുഷ്യൻ. പിന്നെ നമ്മൾ താഴോട്ടൊക്കെ നമ്മൾ വായിക്കുന്നത് അബ്രഹാമിന്, അതുപോലെ അബ്രഹാമിനും ഉണ്ട്, ലോത്തിനുമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു പ്രിൻസിപ്പിള് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ വരത്തില്ല. എന്ത് ചെയ്യണം? നമ്മുടെ ആക്ഷൻ, നമ്മുടെ പ്രവൃത്തി, അവിടെ വലിയൊരു കാര്യമുണ്ട്. അബ്രഹാം അധ്വാനിക്കുന്ന മനുഷ്യനായിരുന്നു. ഇനി നമ്മൾ 13-ന്റെ 2 വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ അവർ യുദ്ധം ഉണ്ടാവും. യുദ്ധമുണ്ടായിട്ട് 4 രാജാക്കന്മാർ 5 രാജാക്കന്മാർക്കെതിരെ അല്ലേ യുദ്ധത്തിന് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ലോത്തിനെയും പിടിച്ചുകൊണ്ട് പോവുക. സോദോമും ഗോമോറയൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ ലോത്തിനെയും പിടിച്ച് ലോത്തിൻ്റെ സമ്പത്തുമൊക്കെ ആയിട്ട് പോവുക. ഒരാൾ വന്നിട്ട് അബ്രഹാമിനോട് ഈ കാര്യം പറഞ്ഞു. പുള്ളി അവിടെ അടങ്ങിയിരിക്കുന്നില്ല. പെട്ടെന്ന് 318 അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന പോരാളികൾ അല്ലേ, അവരൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു? ഫൈറ്റ് ചെയ്യാനായിട്ട് പോവുക. എങ്ങനെ അബ്രഹാം യുദ്ധം ചെയ്തെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെ പ്രവർത്തിച്ചെന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാനായിട്ട് എന്തില്ല? മടിയില്ലാത്ത അബ്രഹാം. എന്തും ചെയ്യുവാനായിട്ട് എന്ത് ചെയ്യുന്നു? ഉത്സാഹം കാണിക്കുന്ന അധ്വാനിയായ ഒരു പിതാവിനെ നമ്മളവിടെ കാണും അല്ലേ. പിതാക്കന്മാരുടെ അധ്വാനത്തിന് വലിയ പ്രസക്തി ഉണ്ട് ഇല്ലേ? ഉണ്ട്. ഇന്ന് പിതാവും മാതാവും എല്ലാം ജോലി ചെയ്യുന്നവരെ ശരിയാ, എങ്കിലും ഒരു പിതാവിൻ്റെ അധ്വാനം പ്രധാനപ്പെട്ടതാണ് ഒരു ഭവനത്തെ സംബന്ധിച്ചിടത്തോളം.
ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതേ അധ്വാനിയും ഇതേ സ്ഥിരോത്സാഹിയുമായിരുന്നു ഐസക്കും. 13-ാം അധ്യായം അതിൻ്റെ 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. അവിടെ നമ്മൾ വായിക്കുന്നത് അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ച കിണറുകളൊക്കെ ആരെന്തി ഫെലിസ്തീർ നികത്തി കളഞ്ഞു. ഇദ്ദേഹം പോയിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും അത് കുഴിച്ച് പഴയ പേരൊക്കെ അതിനിട്ടു, അന്നുണ്ടായിരുന്ന പേര്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ അവിടെ ഗെരാർ താഴ്വരയിലെ ആ ആട്ടിടയന്മാരൊക്കെ വീണ്ടും ഇവരോട് വഴക്കുണ്ടാക്കിയിട്ട് ഈ കിണർ എന്ത് ചെയ്തു? മൂടിക്കളഞ്ഞു. മൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? നിർത്തുന്നില്ല, വീണ്ടും എന്ത് ചെയ്യുന്നു? കുഴിക്കുന്നു. അപ്പം അതിനൊക്കെ ഓരോ പേരുകൾ അവിടെ വന്ന് വായിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആ കിണറും എന്ത് ചെയ്തു? ഇവരെന്ത് ചെയ്തു? മൂടിക്കളഞ്ഞു. ഇവർ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കി. ഉടനെ അടുത്ത കിണർ എന്ത് ചെയ്യുന്നു? കുഴിക്കുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത് അവിടെ വീണ്ടും എന്ത് ചെയ്തു? അതിനവിടെ പ്രശ്നമുണ്ടാകുന്നു, അതും മൂടിക്കളയുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് മൂന്നാമതൊരു കിണർ കുഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നമ്മൾ വായിക്കുകയാണ്, അവിടെ അവർ വഴക്കുണ്ടാക്കിയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് അവിടെ ഒരു പേര് വരുന്നത്. എന്തുവാ? രഹബോത്ത്. ദൈവം വർദ്ധിപ്പിക്കും. എങ്ങനെ ദൈവം വർദ്ധിപ്പിച്ചത്? നമുക്ക് കേൾക്കുമ്പോൾ വലിയ രസമോ? ദൈവം അങ്ങ് വർദ്ധിപ്പിക്കും. വർദ്ധിപ്പിച്ചത് മനുഷ്യൻ സ്ഥിരോത്സാഹിയായിരുന്നു, പ്രിസേർവൻസ് ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു? അപ്പനിൽ നിന്ന് പഠിച്ചതാ, നിർത്തിയില്ല. ഒരു കിണർ മൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? അടുത്തത് കുഴിക്കുന്നു. അത് മൂടിയപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? അടുത്തത് കുഴിക്കുന്നു. പിന്നെയും നമ്മൾ താഴോട്ട് ലാസ്റ്റ് പിന്നെ 32-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നു, അന്ന് അവർ പെട്ടെന്നൊരു വാർത്ത കേൾക്കുക. എന്ത് ചെയ്തു? അവർ കുഴിച്ച കിണറിൽ എന്ത് വെള്ളം വന്നതിനെക്കുറിച്ചുള്ളൊരു വാർത്ത. 32. പിന്നെയും കിണർ കുഴിച്ചത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. 32. അതൊന്ന് വായിക്കാം. 32-ാമത്തെ വാക്യം 26. ആ ദിവസം തന്നെ ഇസ്ഹാക്കിന്റെ ദാസന്മാർ വന്ന് തങ്ങൾ കുഴിച്ച കിണറ്റിന്റെ വസ്തുത അവനെ അറിയിച്ചു. ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു. അവൻ അതിനെ ശിബ എന്ന് പേരിട്ടു. അപ്പോൾ നിർത്തുന്നില്ല, എന്ത് ചെയ്യുന്നു? വീണ്ടും തുടരുക. അപ്പനിൽ നിന്ന് പഠിച്ച കഠിനാധ്വാനം, അപ്പനിൽ നിന്ന് പഠിച്ച പ്രിസേർവിയൻ സ്ഥിരോത്സാഹം ഈ മകനും എന്ത് ചെയ്യുന്നു? അതേപടി എന്ത് ചെയ്യുന്നു? പുലർത്തും. പിന്നെ നമ്മളവിടെ വായിക്കുന്നത് അവൻ വിതച്ചതിനെക്കുറിച്ചും നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അതേ അവിടെ ആ സ്ഥലത്ത് വിതച്ചപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? അത് വലിയ ഇതായിട്ട് വന്നു. ആ സ്ഥലത്തു നിന്ന് പോകാതെ ക്ഷാമമുള്ള സമയമായിരുന്നു, തിരിച്ചു പോയില്ല. അവിടെ വിതച്ചപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഈ ഐസക്കും അവിടെ ധനവാനായി തീർന്നുവെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. വീണ്ടും 4-മതായിട്ട് ഞാൻ വേഗത്തിൽ പോട്ടെ. അബ്രഹാമിനെ നമ്മൾ കാണുന്നത്, Abraham was a man who was determined to make his son to marry a believer. തൻ്റെ മകന് ഒരു വിശ്വാസിയായിട്ടുള്ള, ഞാൻ വിശ്വാസി എന്ന വാക്ക് നമ്മുടെ മനസ്സിലാക്കാൻ പറ്റും, അന്നത്തെ കാലത്ത് ജീവനുള്ള ദൈവത്തെ അറിയുന്ന ഒരാൾ. എൻ്റെ മകന് ജീവനുള്ള ദൈവത്തെ അറിഞ്ഞറിയുന്ന ഒരാളെ വിവാഹം കഴിക്കണമെന്ന് അതുപോലത്തെ ഡിറ്റർമിനേഷനുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററാണ്. എനിക്ക് വന്നത് 24-ാം അധ്യായമല്ലേ? 24-ാം അധ്യായം. നിങ്ങളത് മുഴുവൻ വായിക്കണം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നടത്തുന്നത്. ആ മനുഷ്യൻ്റെ ഒരു വലിയ ആഗ്രഹം. തൻ്റെ വീട്ടിലെ ആ സെർവനോട്, എലിയാസറിനോട് പറയുന്നു, നീ എൻ്റെ തുടയുടെ താടി ഒന്ന് കൈവച്ച് സത്യം ചെയ്താട്ടെ, എൻ്റെ മകന് ഈ ദേശത്തു നിന്ന് നിങ്ങൾ ഒരു പെണ്ണിനെ കണ്ടെത്തരുത്, എൻ്റെ നാട്ടിലേക്ക് നിങ്ങൾ ചെല്ലണം, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം, അവിടുന്ന് ഒരാളെ എന്ത് ചെയ്യണം, കണ്ടെത്തി ചോദിക്കണം വരാനായിട്ട് താല്പര്യമുണ്ടോ. അപ്പോൾ പുള്ളി സ്വാഭാവികമായൊരു ചോദ്യം ചോദിച്ചു. ഞാനിതെല്ലാം ചെയ്യാം. സ്ത്രീ പറയുക, എനിക്ക് ഇങ്ങോട്ട് വരാനായിട്ട് പറ്റത്തില്ല, അങ്ങോട്ടിങ്ങ് പോരട്ടെ. പ്രത്യേകം അബ്രഹാം പറഞ്ഞു, എന്തു വന്നാലും തിരിച്ചു പോകരുത്. കാരണം എല്ലാം വിട്ടിട്ട് എന്ത് ചെയ്താ? ദൈവത്തെ നോക്കി വന്നതാ. എൻ്റെ മക്കളിൽ കൂടെ എന്തു ചെയ്യും? ഈ ദേശങ്ങളെല്ലാം ഞാൻ കൈവശമാക്കുമെന്നും അനുഗ്രഹിക്കപ്പെടുമെന്നും ദൈവം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, തിരിച്ചു പോകരുത്. അവിടെ കൊണ്ട് നമ്മുടെ ആ നിയമം തീർന്നു. എങ്കിലും പിന്നെ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അബ്രഹാം അവിടെ പറയുന്നുണ്ട്, ദൈവം സാധ്യമാക്കി തരും. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ നമുക്കവിടെ കാണാം. ഒന്ന് വായിക്കാമോ? 24-ന്റെ 1 മുതൽ 4 വരെയാണോ? 5 മുതൽ 9 വരെ ഒന്ന് വായിച്ചോ. 5 മുതൽ 9 വരെ, 24-ൽ 5 മുതൽ 9 വരെ.
ദാസൻ അവനോട്, പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കിക്കൊണ്ടു പോകണമോ എന്ന് ചോദിച്ചു. അബ്രഹാം അവനോട് പറഞ്ഞത്, എൻ്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടു പോകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായി സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരാൻ തക്കവണ്ണം എൻ്റെ ദൂതനെ എന്ത് ചെയ്യും? നിനക്ക് മുമ്പായിട്ട് അയക്കും. ദൈവത്തിൻ്റെ ദൂതനെ അയച്ചിരിക്കും. എന്തൊരു പ്രതീക്ഷ, എന്തൊരു വിശ്വാസം. നമ്മളിത് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു പ്രത്യേക ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നറിയാം. ഇവിടെ നമുക്ക് പരിമിതികളൊക്കെ ഉണ്ട്, തോൽവികളൊക്കെ സംഭവിക്കാം. എല്ലാം ഒരു മാതാവിൻ്റെ പിതാവിൻ്റെ കുഴപ്പമാണെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും നമ്മുടെ ഹൃദയത്തിൽ ഉള്ള പ്രാർത്ഥനയും വാഞ്ചയുമായിരിക്കണം നമ്മുടെ മക്കള് ദൈവമക്കളെ തന്നെ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കണം. വേണ്ടേ? വേണോ? വേണ്ടയോ? അല്ലേ? അത് ഞാൻ ഇത് വായിക്കാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഈ മനുഷ്യൻ്റെ തീവ്രമായ ആഗ്രഹം കണ്ടോ? തീവ്രമായ ആഗ്രഹവും നിശ്ചയവും. നമുക്ക് പരിമിതികളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ എപ്പോഴും എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. ചലഞ്ചസ് ഒത്തിരി ഉണ്ട്. നമ്മൾ വല്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത്. എങ്കിലും ഹൃദയത്തിൻ്റെ അകത്ത് നിന്നൊരു വാഞ്ചയും പ്രാർത്ഥനയും സ്ഥിരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുണ്ടായിരിക്കണം. മറിച്ചെല്ലാം സംഭവിച്ചു. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. തലമുറയിലേക്ക് വന്നപ്പോൾ മാറ്റങ്ങളൊക്കെ വന്ന് നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും ഈ അപ്പനുണ്ടായിരുന്ന പോലത്തെ ഒരു തീവ്രമായ വാഞ്ചയും ആഗ്രഹവും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവമേ, നമ്മുടെ മക്കളെ കർത്താവെ നിൻ്റെ വഴികളിൽ നിന്നെ അറിയുന്നവരായിരിക്കണം കർത്താവെ, അവരുമായിട്ടൊരു ബന്ധത്തിലേക്ക് വരേണ്ടത്. ഈ പ്രാർത്ഥനയും വാഞ്ചയും അത് മതി. ബാക്കിയൊക്കെ ദൈവം ചെയ്യട്ടെ. ബാക്കി നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമൊന്നുമല്ല. നമുക്കെല്ലാം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ മക്കളെ എപ്പോഴും നമുക്ക് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ഈ പിതാവിനുണ്ടായ പോലത്തെ ഒരു ഡിറ്റർമിനേഷനും ഒരു വാഞ്ചയും പ്രതീക്ഷയും വിശ്വാസവും നമുക്ക് ഉണ്ടായിരിക്കണം. അഞ്ചാമതായിട്ട്, അബ്രഹാമിൻ്റെ കൂടെ ദൈവമുണ്ടെന്ന് ദേശനിവാസികളെല്ലാം മനസ്സിലാക്കി. അങ്ങനെ മനസ്സിലാക്കാൻ മാത്രമല്ല, വൈരികളായിരുന്നവരെന്ത് ചെയ്യും? തിരിച്ചു വന്നിട്ട് അബ്രഹാമുമായിട്ട് സന്ധി ചെയ്യും. ചുറ്റുമുള്ള ആൾക്കാർക്കെല്ലാം കുറേ കഴിഞ്ഞാൽ മനസ്സിലായി, എന്തോ പ്രത്യേകത, ദൈവം ഇവൻ്റെ കൂടെ ഉണ്ട്. നമ്മളത് വായിക്കുന്നത് 21 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ അബീമേലേക്ക് തന്നെ വന്നിട്ട് അബ്രഹാമിനോട് ഒന്ന് ചെറുതായിട്ടൊന്ന് വായിക്കാമോ? തുടക്കം മാത്രം 21-ൻ്റെ 22 തൊട്ട്, ഒത്തിരി വായിക്കണ്ട, 22 തൊട്ട്. യെസ്. അക്കാലത്ത് അബിമേലെക്കും അവന്റെ സേനാപതിയായ പീക്കോലും അബ്രഹാമിനോട് സംസാരിച്ചു, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. ആകയാൽ നീ എന്നോടോ എൻ്റെ സന്തതിയോടോ എൻ്റെ കുലത്തോടോ വ്യാജം പ്രവർത്തിക്കാതെ ഞാൻ നിന്നോട് ദയ കാണിച്ചതുപോലെ നീ എന്നോടും നീ പാർത്തു വരുന്ന ദേശത്തോടും ദയ കാണിക്കുമെന്ന് ദൈവത്തെ ചൊല്ലി ഇവിടെ വെച്ച് എന്നോട് സത്യം ചെയ്യുക എന്ന് പറഞ്ഞു. സത്യം ചെയ്യുക. പിന്നെ അവരൊരു നിയമം ഉണ്ടാക്കുന്നതൊക്കെ നമ്മളിവിടെ കാണുന്നു. അപ്പോൾ നിന്നോടുകൂടെ ദൈവം ഉണ്ടെന്ന് ആര് മനസ്സിലാക്കി? അബ്രഹാമിലൂടെ ഉണ്ടെന്ന് അബീമേലെക്ക്. അവർ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ കിണർ കുഴിച്ച കാര്യങ്ങളൊക്കെ പിന്നെ താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യമൊക്കെ അബ്രഹാം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബത്സിച്ചു പറയുന്നൊക്കെ ഇവിടെ വായിക്കുന്നുണ്ട്. ഇതെല്ലാം ശരിയാണെങ്കിലും എന്ത് ചെയ്യുന്നു? ആ തന്നെ എതിർത്തവർക്ക് എന്ത് ചെയ്യുന്നു? പിന്നെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നു? നിന്നോടുകൂടെ ദൈവമുണ്ട്, നമുക്കൊരു സന്ധിയിലേക്ക് വരണമെന്ന് പറയുന്നു. അതാണ് നമ്മൾ പ്രൊവേർബ്സിൽ വായിക്കുന്നത്. ഒരുത്തൻ്റെ വഴിയിൽ യഹോവയ്ക്ക് ഇഷ്ടമാകുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കും. ഇനി ഇതേ കാര്യം തന്നെ മറിച്ചും ഇസഹാക്കിൻ്റെ ജീവിതത്തിലും നടക്കുന്നു. 26-ാം അധ്യായം 26-31 വായിക്കുമ്പോൾ അവിടെ അബീമേലെക്കിനെ കാണുന്നു. ഈ അബീമേലെക്കിൻ്റെ സേനാനായകനെയൊക്കെ നമ്മളവിടെ കാണുന്നു. അവരും വന്നിട്ട് പറയുക, നിന്നോട് ആദ്യം ഇവരോട് പൊക്കോളം ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അവർ ഗെരാർ താഴ്വരയിലേക്ക് വന്നു. ഞങ്ങൾക്ക് നിങ്ങളിവിടെ വഹിക്കാൻ പറ്റത്തില്ല, നമ്മൾ പോകണം പറഞ്ഞത്. അങ്ങനെ ഈ കിണറുമായിട്ടുള്ള വിഷയങ്ങൾ പക്ഷേ അവസാനം എന്ത് ചെയ്യുന്നു? അവരും തിരിച്ചു വന്നിട്ട് പറയുക, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്, നമ്മളൊരു സന്ധിയിലേക്ക് വരണം എന്ന് പറയുന്നു. ശത്രുക്കളെ ഐസക്കുമായിട്ടും ഇണക്കുന്ന ദൈവം. അബ്രഹാമിൽ എന്ത് സംഭവിച്ചു? അത് തന്നെ എന്ത് ചെയ്യുന്നു?
ഇസഹാക്കിലും നമ്മൾ കാണുന്നു. അപ്പന് ദൈവത്തിൻ്റെ ഹോണർ, ആ ജനങ്ങളിൽ നിന്ന് ഹോണർ ലഭിക്കുന്നു. അതെന്ത് ചെയ്യുന്നു? മകനും ലഭിക്കുന്നു. നമ്മുടെ കൂടെ ദൈവമുണ്ടെന്ന് ജനങ്ങൾ കാണട്ടെ. നമ്മുടെ കൂടെ ദൈവമുണ്ടെന്ന് കാണുമ്പോൾ നമ്മളും ഈ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഒന്നും എല്ലാം കാണുന്നില്ലെങ്കിലും, എല്ലാം ഒന്നും എവിഡൻ്റായിട്ട് നമ്മുടെ മക്കളിൽ മാറ്റങ്ങളൊന്നും നമ്മളധികം കാണുന്നില്ലെങ്കിലും നമുക്ക് വിശ്വസിക്കാം അവരെയും ദൈവം ഹോണർ ചെയ്യുന്ന, അല്ലെങ്കിൽ ദേശത്തുള്ള ആൾക്കാർ അവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവം പ്രവർത്തിക്കുന്നതെന്ന് കാണുവാനായിട്ട് ഇടയായിത്തീരും. ഏറ്റവും അവസാനമായ ഒരു കാര്യവും കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യം, അബ്രഹാം വാസ് എ ഇംപെർഫെക്റ്റ് ഫാദർ. ലോകത്തുള്ള ഒരപ്പന്മാരും പെർഫെക്റ്റ് അല്ല. നോ ഫാദേഴ്സ് ആർ പെർഫെക്റ്റ്. എല്ലാവരും ഇംപെർഫെക്ഷൻ ഉള്ളവരാണ്. അബ്രഹാമും കാര്യങ്ങൾ ഇതൊക്കെ ശരിയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും പൂർണ്ണത ഉണ്ടായിരുന്നില്ല. തെറ്റുകളൊക്കെ എന്ത് ചെയ്തു? പറ്റി. നമ്മൾ 12-ാം അധ്യായം 11 മുതൽ 20 വരെ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്ന കാര്യം എന്തുവാണ്? സാറായി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് വരും അല്ലേ, സംശയം ഉണ്ടാകുന്നു. കുഞ്ഞുങ്ങളൊന്നും ആവുന്നില്ലല്ലോ. പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ ഈ ചിന്തിക്കുന്നതല്ല, അവിടെ ഒരു ചെറിയ കലഹത്തിനുള്ള ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ചെറിയൊരു യൂട്യൂബിൽ നിങ്ങൾ അറിഞ്ഞാലും അറിയാം, മൂവീസ് കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അവർ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഈ സാറയ്ക്ക് അത്ര എളുപ്പമൊന്നുമല്ല. ഇവിടെ ഒരാൾ എന്ത് ചെയ്യും? ഇങ്ങനെ വിശ്വസിച്ചിരിക്കുക, മകനെ ദൈവം തരും. അമ്മ നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഇതുവരെ എന്ത് ചെയ്യുന്നില്ല, കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. വർഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുക. കുറേ കഴിഞ്ഞപ്പോൾ സമ്മർദ്ദം. എനിക്ക് തോന്നുന്നത് ഈ ഭാര്യ സാറ പലപ്പോഴും ഈ കാര്യം പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അവിടെ ഒരു അല്പമൊക്കെ ആ കുടുംബത്തിൽ അല്പം സ്വൈരക്കേടുകളൊക്കെ ഉണ്ടായി കാണുമായിരിക്കാം. അവസാനം ഒരു സൊല്യൂഷൻ അങ്ങോട്ട് പറയുക, എൻ്റെ ദാസിയിലൂടെ അങ്ങ് ചെല്ലേ, എനിക്ക് അങ്ങനെയെങ്കിലും ഒരു മകനെ കിട്ടട്ടെ. അബ്രഹാം വിശ്വാസമില്ലായിട്ടല്ല, അങ്ങ് സഹിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു? അങ്ങ് ചെയ്യുന്നു. അവിടെ ഒരു പരാജയം സംഭവിക്കുന്നു. പിന്നെ നമ്മൾ ഈ 2 പ്രാവശ്യം ഈ മനുഷ്യൻ ഒരു കള്ളം, പൂർണ്ണ കള്ളമല്ല, ഹാഫ് ലയ്യ, നമ്മളൊക്കെ പറയുന്ന പോലത്തെ പകുതി കള്ളം. പെങ്ങളാണെന്ന് ചോദിച്ചാൽ പെങ്ങളാ, ഭാര്യയാണെന്ന് ചോദിച്ചാൽ ഭാര്യ. ഒന്ന് ഫെലിസ്ത്യൻ്റെ അടുത്ത്, ഫറവോൻ്റെ അടുത്ത്. അവിടെ പുള്ളി രക്ഷപ്പെടാൻ വേണ്ടി, അവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം, അവിടെ ഒരു വേറെ അതൊക്കെ ഒരു കൾച്ചറലായ കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. നമ്മളിത് മനസ്സിലാക്കുമ്പോൾ ഞാനത് അങ്ങനെ തുറന്ന് പറയുന്നുള്ളൂ. സ്ത്രീകൾക്ക് അധികം വാല്യൂ ഇല്ലായിരുന്നു. അവൾ നശിച്ചാലും കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെടണം, സ്വാർത്ഥത, അത് അവർക്ക് ആക്സെപ്റ്റബിൾ ആയിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അന്നേരം ഒരു കടന്ന ഒരു ചിന്ത എന്തുവാ, ഞാനങ്ങ് പെങ്ങളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, ഭാര്യയാണെന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്തു ചെയ്യും? കൊന്നുകളയുമോ? എന്നാൽ അതുമൂലം ഫറവോനും കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഫറവോനോടും ദൈവം ഇടപെടുന്നു. പിന്നെ അബീമേലെക്കിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും അതേ കാര്യം തന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു? അവിടെ ആവർത്തിക്കുന്നു. അവിടെ അബീമേലെക്കിൻ്റെ ആ ഫാമിലിയിൽ ഒത്തിരി വിഷയങ്ങൾ അവിടെ ഉണ്ടാകുന്നു. പിന്നെ അബ്രഹാം പ്രാർത്ഥിക്കേണ്ടി വരുന്നു. ഇത് രണ്ടും അത്രയൊരു നല്ലൊരു സ്വഭാവമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. ഇനി നമ്മൾ നോക്കിയാൽ ഇസഹാക്കിൻ്റെ ജീവിതത്തിലും ഇതുപോലത്തെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇസഹാക്കും വീണ്ടും അബീമേലെക്കിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അദ്ദേഹവും പറഞ്ഞു, അവിടെ എല്ലാം നമുക്കറിയാമല്ലോ, ഇവരുടെ ഒരു അന്നത്തെ കാലത്തെ രീതികളനുസരിച്ച് ഇവരുടെ വകയിലെ പെങ്ങന്മാർ തന്നെ, അല്ലെങ്കിൽ കസിൻസാണ്. റിബേക്ക എന്ത് ചെയ്യുന്നു? പെങ്ങളാണെന്ന് പറയുന്നു. അവിടെയും എന്ത് ചെയ്യുന്നു? പ്രശ്നങ്ങളുണ്ടാവും. ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യം, അബ്രഹാം ഈ വസ്തുത ഐസക്കിനോട് പറഞ്ഞിട്ടില്ലേ? പണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതാണ്. മകനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇനി പറഞ്ഞിരുന്നെങ്കിലും അത് തൻ്റെ ഒരു വീഴ്ചയായിട്ടോ തെറ്റായിട്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ മകനെ എനിക്കിങ്ങനൊരു പറ്റിയതാ,
നിനക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് പുള്ളി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പുള്ളിക്ക് ആ തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്, എനിക്കറിയത്തില്ല. ഏതായാലും അപ്പനുണ്ടായ അതേ വീഴ്ച ഇവിടെയും കാണും. പിന്നെ ഈ ഫാദേഴ്സ് എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഇംപെർഫെക്റ്റ് ആയതുകൊണ്ട് ഇസ്ഹാക്കിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടകൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഏശാവും യാക്കോവും ഉണ്ടായപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, ഇസ്ഹാക്ക് എന്ത് ചെയ്തു? ഏശാവിനോട് പക്ഷപാതം കാണിക്കുന്നു, അല്ലെങ്കിൽ ഏശാവിനോട് വലിയ സ്നേഹം. 25-28 വായിക്കാമോ? 25-28 വായിച്ചു. 25-28 യെസ്. ഏശാവിന്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് അവനെ സ്നേഹിച്ചു. ഓക്കെ, വേട്ടയിറച്ചി രുചി പിടിച്ചിരുന്നത് കൊണ്ട് ആരെ സ്നേഹിച്ചു? ഏശാവിനെ ഒത്തിരി സ്നേഹിക്കുന്നു. കാര്യം ശരിയാ, മൂത്ത മകനാ. പക്ഷേ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ നല്ല രീതിയിലൊക്കെ ആഗ്രഹിച്ചും വളർത്തിയും വന്നതാണ്. അവർക്ക് വലിയ പ്രയാസമുണ്ടായി. ഈ ഏശാവ് ജൂഡിത്തിനെ, അല്ലെങ്കിൽ അന്യ ജാതീയരായ ഒരു സ്ത്രീയുമായിട്ട് വിവാഹബന്ധം ഉണ്ടായത് രണ്ടുപേരെ ഒത്തിരി ബുദ്ധിമുട്ടിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യാക്കോബിനോട് പ്രത്യേകം പറഞ്ഞു, നീ പോയപ്പോഴത്തേക്ക് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ആരെയും എടുക്കരുത്, അങ്ങനെ നിൻ്റെ അമ്മയുടെ സ്ഥലത്തോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ പറയും നമ്മൾ വായിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെയും ഇസഹാക്ക് അത്ര പെർഫെക്റ്റ് അല്ല. അവിടെയും എന്ത് ചെയ്യുന്നു? വീഴ്ചകൾ ഉണ്ടാകും. എങ്കിലും ഈ ഇംപെർഫെക്ഷനിൽ കൂടിയൊക്കെ ദൈവം പ്രവർത്തിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ദൈവം നമ്മുടെ ഇംപെർഫെക്ഷൻസിനെയും നമ്മുടെ കുറവുകളെയൊക്കെയും ദൈവത്തിൻ്റെ വലിയ ദൃഷ്ടിയിൽ ദൈവം അതിനെ ബെറ്ററാക്കി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ആ വാഗ്ദത്തത്തിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തിക്കും. ഈ ജോർജ് വെർബർ എന്ന് പറയുന്ന ഒരു ഭക്തനായ ഒരു മിഷണറി ഉണ്ട്. അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം എഴുതിയൊരു പുസ്തകം ഉണ്ട്. അതിന് അദ്ദേഹം പേരിട്ടിരിക്കും, പ്രത്യേക ടൈം, നിങ്ങളത് വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, മെസ്സിയോളജി, സങ്കീർണ ശാസ്ത്രം എന്നാണ് അതിന് അദ്ദേഹം മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ഞാൻ വായിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ മെസ്സപ്പായ അവസ്ഥയിൽ കൂടിയെല്ലാം ദൈവം പ്രവർത്തിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മുടെ ക്രിസ്തീയ ലോകത്തേക്ക് നോക്കിയാൽ ആരുണ്ട് പൂർണ്ണർ? ആരുമില്ല, അല്ലേ? നമ്മളിങ്ങനെ നോക്കിയാൽ ഓരോരുത്തരുടെ അപൂർണതകൾ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. നോക്കുമ്പോൾ ഒത്തിരി എന്തുണ്ട്? സ്ട്രെങ്ത് അവർക്കുണ്ട്. എന്നാൽ ഈ മൈക്രോസ്കോപ്പിൽ കൂടെ നമ്മൾ വീണ്ടും നോക്കുമ്പോഴത്തേക്ക് അപൂർണതകൾ പലതുണ്ട്. എന്നാൽ ഈ അപൂർണതകളുടെ മധ്യത്തിലേക്ക് ഈ മെസ്സപ്പായ അവസ്ഥയിൽ കൂടിയൊക്കെ നമ്മൾ പോകുമ്പോഴും അതിനെ മനോഹരമാക്കുന്നത് ദൈവം. എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ 6 ക്വാളിറ്റീസ് പറഞ്ഞല്ലോ അബ്രഹാമിൻ്റെ. ഇതിനകത്ത് ഈ ഇംപെർഫെക്റ്റായ ഈ ഫാദറിൽ കൂടെ ദൈവം പ്രവർത്തിക്കുന്നത്, അതും നമ്മളെ ഒത്തിരി ഉത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിൻ്റ് അത് തന്നെയാണ്. നമ്മുടെ എല്ലാ അപൂർണതകളുടെ മധ്യത്തിലും ദൈവം എന്ത് ചെയ്യുന്നു? അതിൻ്റെ ദൈവത്തിൻ്റെ വഴികളിലേക്ക് എത്തിക്കും. അതുകൊണ്ട് അങ്ങനെ നിൽക്കണം എന്നല്ല നമുക്ക് മുന്നോട്ടുമെങ്കിലും മനുഷ്യരായ നമ്മൾ പെർഫെക്റ്റ് അല്ല, പൂർണ്ണരല്ല. അതിൻ്റെ മധ്യത്തിലും ദൈവം പ്രവർത്തിക്കും. ഇന്ന് ഈ കേട്ട ചിന്തകൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ കേട്ട 6 കാര്യങ്ങൾ. 1, അബ്രഹാം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരായിരുന്നു. ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനായിരുന്നു. അദ്ദേഹം ഒരു സ്ഥിരോത്സാഹിയും കഠിനാധ്വാനിയുമായിരുന്നു. അബ്രഹാമിന് ഒരു വലിയ ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു. തൻ്റെ മകനെ ഒരു വിശ്വാസിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, വിവാഹം കഴിപ്പിക്കണം. അബ്രഹാമിന് മറ്റ് ശത്രുക്കളിൽ നിന്നൊരു മാനം കിട്ടി, അല്ലെങ്കിൽ ദേശത്തെല്ലാം ദൈവമുണ്ടെന്ന് അവർ മനസ്സിലാക്കാനിടയായിത്തീർന്നു. അബ്രഹാം അപൂർണനായ മനുഷ്യനായിരുന്നു. ഇതൊക്കെ നമ്മൾ തലമുറകളിലും